ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട് കാണാനും അതേപോലെ തന്നെ വീടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിശ്ചയത്തിൻ്റെ ഡേറ്റ് കുറിക്കാനും കൂടെ പോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പം രാത്രി ഫുൾ ട്രെയിനിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫുഡൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം, ട്രെയിനിൽ ഫുഡ് ഷീറ്റായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കി അവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തു വിടാണ് കേട്ടോ. ഇത് നമ്മൾ കോഴിക്കോട്ടുകാരുടെ പ്രത്യേകതയാണ്, എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ എവിടെയെങ്കിലും പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വീറ്റ്സും ഗിഫ്റ്റും ഒക്കെ കൊണ്ടുപോകും. അപ്പം അതൊക്കെ അമ്മയും ഞാനും കൂടെ പോയി വാങ്ങിച്ച് അവർ പാക്ക് ചെയ്ത് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് പോകുന്നത്. 4 പേര് ഉച്ചയ്ക്കുള്ള ട്രെയിനിലും ബാക്കി 2 പേര് രാത്രിയുള്ള ട്രെയിനുമായിരുന്നു കേട്ടോ. അപ്പം ഞാനും റിയാനും കൂടെ ബാക്കി 2 പേരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് രാത്രി റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ചായയൊക്കെ കുടിച്ചു. ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ അവർക്കും കൊണ്ടുവന്നത് അവർ അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. റിയാൻ ആദ്യമൊക്കെ നല്ല മൂഡായിരുന്നെങ്കിലും റിയാൻ ഇവർ പോയപ്പോഴത്തേക്കും നല്ല വിഷമമായി. കാരണം ഞങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയല്ലോ. ട്രെയിൻ പോയപ്പോൾ എനിക്ക് നല്ല വിഷമമായി കേട്ടോ. പിന്നെ ആ വിഷമമൊക്കെ നമ്മൾ അങ്ങോട്ട് സഹിച്ചു. പിന്നെ വീട്ടിലേക്ക് ഓടി വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഷവർമ്മയൊക്കെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഞങ്ങൾ അത് സന്തോഷത്തോടെ കഴിച്ചു. ഇത് പിറ്റേ ദിവസം ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള ഫംഗ്ഷനാണ് കേട്ടോ. നമ്മൾ വീടൊക്കെ ഇഷ്ടമായി, ആൾക്കാരൊക്കെ ഇഷ്ടമായതിനു ശേഷം നിശ്ചയത്തിൻ്റെ ചടങ്ങുകളാണ് കേട്ടോ. ഞാനും റിയാനും നല്ല വിഷമത്തിലായിരുന്നു കേട്ടോ. ഇവർ പുറത്തു ബീച്ചിലൊക്കെ പോയി എന്നൊക്കെ അറിഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങളും പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വാന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങൾ ഹാപ്പിയായി.